ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് BCD ടു 7 സെഗ്മെൻറ്റ് ഡീകോഡറാണ്. ആദ്യം എന്താണ് BCD അല്ലെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ നോക്കാം. 4 ബിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. 0 മുതൽ 9 വരെയുള്ള 4 ബിറ്റ് നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ BCD നമ്പേഴ്സ് എന്ന് പറയുക. നോർമലി നമ്മൾ ഇപ്പോൾ ഒരു 17 എന്ന് എഴുതുകയാണെങ്കിൽ അതിനെ ബൈനറി ഡിജിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 17 നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്തിട്ട് അതിന് ബൈനറി ബിറ്റായിട്ടാണ് എഴുതാറ്. BCD നമ്പേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 17 ഉണ്ടെങ്കിൽ 7 4 ബിറ്റ് നമ്പറാക്കി എഴുതണം, 1 4 ബിറ്റ് നമ്പറാക്കി എഴുതണം. അങ്ങനത്തെ ഒരു ഫോർമാറ്റാണ് എന്ത് പറയുന്നത് BCD കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 17 എന്നുണ്ടെങ്കിൽ ആദ്യം 1 4 ബിറ്റ് ഒന്നിൻ്റെ ബൈനറി കോഡ് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ബാക്കി 0 0 0 1 എന്നെഴുതുക. 7ൻ്റെ 111 അല്ലേ, അപ്പോൾ അതിന് 111 ആകുമ്പോൾ മുന്നിലൊരു 0 ചേർത്തിട്ട് 0 0 1 1 1 അങ്ങനെ എഴുതുക. ഇങ്ങനെയാണ് 17 BCD നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതാം. ഇതിൽ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൻ്റെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് LEDs ഉപയോഗിച്ചിട്ട് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആ ഒരു പ്രത്യേക പാറ്റേണിൽ എങ്ങനെ ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഡെസിമൽ ന്യൂമറൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് LEDs ആണുള്ളത്. ഒന്ന് കാഥോഡ് ടൈപ്പും ഒന്ന് ആനോഡ് ടൈപ്പും ആണുള്ളത്. കോമൺ കാഥോഡ് ടൈപ്പ്, കോമൺ ആനോഡ് ടൈപ്പ്. ഇതിൽ കാഥോഡ് ടൈപ്പിലാകുമ്പോൾ ഈ 7 സെഗ്മെൻറ്റ് LEDs എന്ന് പറഞ്ഞില്ലേ, LEDs ഒക്കെ ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് കണക്റ്റഡ് ടുഗദർ ടു ദി ഗ്രൗണ്ട് ഓർ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ടൈപ്പായിരിക്കും. അതായത് ഹൈ സിഗ്നൽ ആകുമ്പോൾ LED ഡിസ്പ്ലേ ഡിജിറ്റൽ സിഗ്നൽ വേഴ്സ് സം ഹൈ സിഗ്നൽ ഈസ് സപ്ലൈ ടു ഇൻഡിവിജ്വൽ ആനോഡ്സ്. ഹൈ ആയിട്ട് സപ്ലൈ ചെയ്യും. ആനോഡാകുമ്പോൾ ബാറ്ററിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക. കാഥോഡാകുമ്പോൾ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ലോ സിഗ്നൽ ആയിരിക്കും സപ്ലൈ ചെയ്യുക, അവിടെ ആണെങ്കിൽ ഹൈ സിഗ്നൽ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താ പറയുക, ബ്ലോക്ക് ഡയഗ്രാം പറയുന്നത് ഇങ്ങനെയാണ്. ബ്ലോക്ക് ഡയഗ്രാം ഈ ഫസ്റ്റത്തെ പാർട്ട് നോക്കുക. 4 ഇൻപുട്ടാണ് കൊടുക്കുക, അതിന് 7 ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണിക്കുക. അപ്പോൾ ഇൻപുട്ടിനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടും ഔട്ട്പുട്ടിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ടും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ABCD എന്നുള്ള 4 ഇൻപുട്ട്സ്, അതുമാതിരി ABCDEFG എന്ന് പറയുന്ന 7 സെഗ്മെൻറ്റ് ഔട്ട്പുട്ട്സ്. നിങ്ങൾ കാൽക്കുലേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും 8 എന്നുള്ളൊരു ഡിസ്പ്ലേ ഇൻവിസിബിളായിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ അമർത്തുന്നതിനനുസരിച്ച് അതിനകത്തുള്ള ഓരോ സെക്ഷൻസ് നമുക്ക് ഡിസ്പ്ലേ തരും. ഇപ്പോൾ ഇതിൽ നോക്കിക്കോളൂ, അതിനെങ്ങനെ അറേഞ്ച് നോക്കൂ. ABCDEFG എന്നുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 0 ആണ് നമുക്ക് കിട്ടേണ്ടത് വെച്ചെങ്കിൽ ഈ G മാത്രം ഇൻവിസിബിളായിട്ട് അത് മാത്രം 0 ആവുക അതിൻ്റെ മീനിങ്. ബാക്കി എല്ലാം 1 ആവും. ABCDEF വരെ 1 ആവും, G എന്നുള്ളത് 0 ആവും. അതേമാതിരി നമുക്ക് 1 ആണ് കിട്ടേണ്ടത് വെച്ചെങ്കിൽ Fഉം Eയും മാത്രം 1 ആവും, ബാക്കി എല്ലാം 0 ആവും. അതേപോലെ 2 ആണ് കിട്ടേണ്ടത് വെച്ചെങ്കിൽ Aയും Bയും Gയും Dയും ABGD എന്നുള്ളത് അടിച്ചാൽ നമുക്ക് 2 കിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം 1 ആയിട്ട് ബാക്കി എല്ലാം 0s ആവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 0 ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ G മാത്രം 0 ആവണം, ബാക്കി അതായത് G ഇൻവിസിബിൾ ആവണം, ബാക്കിയെല്ലാം 1 ആവണം. അതുമാതിരി 1 ആകുമ്പോൾ 1ൻ്റെ ആകുമ്പോൾ ഇത് ബൈനറി നമ്പേഴ്സാണ് ABCD എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. 0 0 0 1 1 1 0 1 1 അത് പറഞ്ഞിട്ട് 1 2 3 എന്നുള്ളത് കൊടുത്തിരിക്കുകയാണ്. 8 വരെ 0 to 7 വരെയുള്ള നമ്പേഴ്സ്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ സൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ 8നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 2 വരികയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ വരണം? 1 ആവണം. 2 ഡിസ്പ്ലേ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ABGED, അപ്പോൾ Aയും 1 ആവണം, Bയും 1 ആവണം, G അത് കഴിഞ്ഞാൽ G 1 ആവണം,
E1 ആവണം, D1 ആവണം, എങ്കിൽ മാത്രമേ 2 എന്നുള്ള ഡിസ്പ്ലേ തരുള്ളൂ. അതുമാതിരി 3 ഡിസ്പ്ലേ തരണമെങ്കിൽ ABGCD, അപ്പോൾ 3 എന്നുള്ളത് വരും. ABGCD. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണ് ഇതിലെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഈ 8നെ വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ ഔട്ട്പുട്ട് വരയ്ക്കാൻ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അവർ 6 ഡിസ്പ്ലേ ആവുകയാണെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് കാണിക്കുക. ഇപ്പോൾ 1 ആണെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്, 0 ആണെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്, 9 ആണെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ സാധാരണ നോർമൽ കാൽക്കുലേറ്ററിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അതിനനുസരിച്ച് അതിൻ്റെ സിമ്പിൾസിനനുസരിച്ച് അവർ സീറോസും വൺസുമായിട്ട് കാണിക്കുന്ന ആ ഒരു ഫോർമാറ്റാണ് 7 സെഗ്മെൻറ്റ് BCD ഡീകോഡർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡീകോഡറിൻ്റെ സെക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡീകോഡറിൻ്റെ ഒരു പാർട്ടാണ് ഇത് എന്ത് പറയുന്നത്, ഡീകോഡറിൽ തന്നെ വരുന്ന ഒരു സെക്ഷനാണ് BCD 7 സെഗ്മെൻറ്റ് ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം.